MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിനു വേണ്ടി 3 മുട്ട എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു വലിയ തക്കാളി, 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, ഒരു രമ്പയില, ഇത് ഓപ്ഷണലാണ്, ഒരു ബേ ലീഫ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 കപ്പ് തേങ്ങാപ്പാൽ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിന് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ഇടാം. ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞിടുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ഇട്ടു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ അരഞ്ഞു കിട്ടും. ഇത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം നന്നായി പൊട്ടി വരണം. ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും വേപ്പിലയും ചേർക്കാം. ഇനി ഒരൽപ്പം ഉപ്പ് ചേർക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. ബേ ലീഫും രമ്പയിലയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി വഴറ്റി ഇതിന്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. ഇത് ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. എന്നാലേ ഇതിന്റെ പച്ച ചുവയൊക്കെ മാറി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേ ലീഫ് എടുത്ത് മാറ്റുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തതാണ്.
ഇപ്പോൾ ഇത് നന്നായി തിളക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൽ മുട്ട പുഴുങ്ങിയല്ല ചേർക്കേണ്ടത്, ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചാൽ മതി. അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. നമുക്ക് ഈ മുട്ടയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇനി നമുക്കിത് 2 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പോൾ ഇതിന്റെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തിളക്കുകയൊന്നും വേണ്ട. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിന്റെ കൂടെയും പുട്ടിന്റെ കൂടെയും മറ്റ് ഏത് പലഹാരത്തിന്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.